തുടർച്ചയായി 2 തവണ പുസ്തകം മാറി പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലും ഈ വർഷം 10ാം ക്ലാസ്സിലും നിങ്ങൾക്ക് പുസ്തകം മാറിയിട്ടുണ്ട്. പുസ്തകം മാറി, സിലബസ് മാറി, ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട്. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തന്നെ വെറുത്തു പോയിട്ടുണ്ടാവും. പക്ഷേ അതിൽ കൂടുതൽ ചിന്തിച്ചിരുന്നുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തായാലും പഠിക്കണം. കാരണം എല്ലാ സിലബസും എല്ലാ കണ്ടന്റൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിക്കാൻ വേണം. നമ്മൾക്ക് പഠിച്ചു തുടങ്ങാം. നോ ടെൻഷൻ, ഒരു പേടിയും പേടിക്കേണ്ട. സൈലം കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരുപാട് പിള്ളേർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ നല്ല ഉഷാറായിട്ട് നല്ല പഠിച്ചു പോകുന്നുണ്ട്. അവരൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇന്ന് ഏപ്രിൽ 20, 22 ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ, ഏകദേശം 10,000-അപ്പുറം വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൈലത്തിൽ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ പഠിച്ച് നല്ല മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ അവരുടെ ഒപ്പം എന്ത് ചെയ്യണം? ഓടിയെത്തണം. അല്ലെങ്കിൽ അവരെക്കാൾ മുന്നിൽ നിങ്ങൾ ഓടിയെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വേഗത്തിൽ അഡ്മിഷൻ എടുത്ത് വളരെ വേഗത്തിൽ സ്മൂത്തായിട്ട് പഠിച്ചു തുടങ്ങണം. നമ്മളെല്ലാ ഫാക്കൽറ്റീസും അവരുടെ റെക്കോർഡിങ്സും അതുപോലെ തന്നെ ലൈവും ഒക്കെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാക്കൽറ്റീസ് എത്രത്തോളം വേഗത്തിൽ പോകുന്നുണ്ടോ അതിനേക്കാൾ വേഗത്തിൽ എന്ത് ചെയ്യണം? നിങ്ങളും സഞ്ചരിക്കണം. കാരണം നമ്മളൊരു പടി മുന്നിലാവണം എപ്പോഴും. നമ്മളെപ്പോഴും ഇങ്ങനെ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ തരുന്ന ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ, അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല മക്കളെ. 150% ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായ ലാഭം മാത്രം. ഞാൻ വെറുതെ തള്ളി മറിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ SSLC അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളോട് വേണമെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് റാൻഡായിട്ട് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ജസ്റ്റ് ചോദിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇനി അതൊക്കെ പോട്ടെ, ഇനി നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ ആരും അങ്ങനെയുള്ളവരില്ല, സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തവരില്ല, അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇനി അതല്ല, ഇനി ആരും ഇല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിലെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ വർഷം ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ലൈവുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ പബ്ലിക് ലൈവുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് റാൻഡായിട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ക്ലാസ് പോരാ, ഇത് പോരാ, ഇവരുടെ ക്ലാസ് ഒന്നും പോരാ, നിങ്ങൾ അഡ്മിഷൻ എടുക്കണ്ട. നോ ടെൻഷൻ, നിങ്ങൾ അഡ്മിഷൻ എടുക്കണ്ട. ഞങ്ങൾ ഗ്യാരണ്ടീഡാണ്. കാരണം നിങ്ങൾ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പോരാ എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നത്? സെറ്റാക്കി തരുന്നത്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വളരെ സ്മൂത്തായിട്ട്, വളരെ കണ്ണിങ് ആയിട്ട്, പെർഫെക്റ്റ് ആയിട്ട്, അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസും, പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു രസകരമായുള്ള ഷോർട്സും, പിന്നെ അതുപോലെ തന്നെ മറ്റനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വൈകിക്കേണ്ട. ഇനി വെറുതെ വൈകിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക, വേഗത്തിൽ പഠിച്ചു തുടങ്ങുക. കൂടെയുണ്ട് സൈലം. പിന്നെ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വേഗം ഇപ്പം തന്നെ വിളിക്കുക, അഡ്മിഷൻ പാക്കപ്പ് ആക്കുക, സെറ്റ് ആക്കുക. ഗുഡ് ബൈ, സീ യു സൂൺ.